എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയർ ടു ടോക്കിന്റെ 29ാമത്തെ എപ്പിസോഡാണ്. ഓരോ എപ്പിസോഡ്സിനും നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സുഹൃത്തുക്കളും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സേഫ് സെക്സ് പീരീഡ് ഏതാണ്, ആ മെൻസ്ട്രൽ സൈക്കിളിലെ സേഫ് സെക്സ് പീരീഡ് ഏതാണ്, നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് ഏതാണ്, അതുപോലെ തന്നെ എപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത്. രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുള്ള ഉത്തരവാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയേണ്ടുന്ന കാര്യമാണ്, രണ്ടും ഒരുമിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ കൂടിയാണ്. സോ അതാണ് ഇന്നത്തെ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൊത്തം കാണുക, അല്ലാണ്ട് കുറച്ച് കണ്ടിട്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഡൗട്ടായിട്ട് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്നവരെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. എനിവേ, ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റിനുള്ള ചെറിയൊരു റിപ്ലൈ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം എന്താണ് ആ കാര്യം എന്നുള്ളത് പറയുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഒരു സുഹൃത്ത് നമ്മളെ പറ്റി ഓർത്തിട്ട് ഒരു ആകുലത ആയിട്ടൊരു കമന്റ് അടിച്ചതായിട്ട് കണ്ടു. അങ്ങനെ ചില കമന്റുകൾ പല സമയത്തായിട്ട് പലരും അടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ, സമൂഹത്തിൽ ടാബുവായി നിലനിൽക്കുന്ന പല കണ്ടന്റുകൾ എടുത്ത് നമ്മൾ ഡെയർ ടു ടോക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നാട്ടുകാരെന്ത് പറയും, അവർ കളിയാക്കില്ലേ, കൂട്ടുകാരൊക്കെ കളിയാക്കില്ലേ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചൊരു കാര്യം, നമ്മുടെ കണ്ടന്റുകൾ മോശമായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവൻ പറഞ്ഞത് ഒരിക്കലും ഇല്ല, പക്ഷെ നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ എന്നുള്ളതാണ് അവൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. സോ അവനോടും അല്ലെങ്കിൽ അതുപോലെ തിങ്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ നമ്മുടെ ആ അറിവുകൾ മറ്റുള്ളവരിൽ കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റാരും നമുക്ക് വേണ്ടി വരത്തില്ല. അതിൻ്റെ ശബ്ദം നമ്മൾ തന്നെ പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് കാര്യം. സോ ഞാൻ മനസ്സിലാക്കി വെച്ച ആ അറിവുകൾ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്നുള്ളത്. പിന്നെ സമൂഹത്തെ ഭയന്നിട്ടും നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ നിലകൊള്ളണം എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഡെയർ ടു ടോക്കിൻ്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത്. സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ധൈര്യം എനിക്കുണ്ട്. ആ ധൈര്യം നിങ്ങൾക്ക് കൂടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, കമന്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തുറന്ന് പറയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആകുലതകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. ഓപ്പൺ ഔട്ട് ആവുക, അപ്പോൾ ആ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ആവും. സോ ഡെയർ ടു ടോക്ക്, അത്രയേ പറയാറുള്ളൂ. അപ്പോൾ ഏകദേശം ആ സുഹൃത്തിനും ഇല്ലെങ്കിൽ അതുപോലെ തിങ്ക് ചെയ്യുന്നവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പോകാം. നമ്മൾ മെയിനായിട്ട് ഈ ഒരു സേഫ് സെക്സ് പീരീഡ്, അതുപോലെ തന്നെ ഈ ഒരു പ്രഗ്നൻസിക്കുള്ള സാധ്യതയുള്ള ഫെർട്ടൈൽ ടൈം പീരീഡും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി അറിഞ്ഞിരിക്കണം. മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. എന്നാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. കാരണം ഒരുപാട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ വീഡിയോയിൽ പറ്റത്തില്ല. എങ്കിലും മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി സിംപിളി പറയാനാണെങ്കിൽ, ഒരു സ്ത്രീ ശരീരത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഒരു അമ്മയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാ മാസവും നടക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മെൻസ്ട്രൽ സൈക്കിൾ സംഭവിക്കുന്നത് ഒരു ഓവം അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഗർഭപാത്രത്തിലൊക്കെ ചില ലെയേഴ്സും കാര്യങ്ങളൊക്കെ രൂപപ്പെടും. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന രീതിയിൽ രൂപപ്പെടും. ഇതൊക്കെ ഇനി സാധാരണഗതിയിൽ ഒരു സെക്സ് നടക്കുന്നില്ല, സ്പേംസ് അവിടെ എത്തുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എങ്കിൽ അതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് പുറത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ പീരീഡ്സ് എന്ന ആർത്തവം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ബ്ലീഡിങ് പ്രോസസ്സിലെ അതിനെയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു സിംപ്ലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഒരു മെൻസ്ട്രൽ സൈക്കിൾ സാധാരണഗതിയിൽ നീണ്ടു നിൽക്കുന്നത് 28 ദിവസമോ ഇല്ലെങ്കിൽ 29 30 ദിവസമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു 1 മന്ത് കാലഘട്ടമാണ് സാധാരണഗതിയിൽ ഒരു മെൻസ്ട്രൽ സൈക്കിൾ നീണ്ടു നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് നോർമലി ഒരുവിധ ആൾക്കാരിലെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലരിൽ അത് വേരി ചെയ്തിരിക്കും. ചിലപ്പോൾ 35 40 ദിവസമായിരിക്കും, ചിലപ്പോൾ അത് കുറവായിരിക്കാം, ചിലപ്പോൾ 20 21 ദിവസമൊക്കെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ സംഭവിക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ വളരെ ഇറഗുലർ ആയിരിക്കും. ചിലപ്പോൾ ഒരു മാസം 30 ദിവസത്തിൽ നടക്കാം, മറ്റൊരു മാസം 35, ചിലപ്പോൾ അത് 40. അതൊക്കെ പല റീസൺസും കൊണ്ടാണ്. അത് ട്രീറ്റ് ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ്. ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെതായ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. എനിവേ, നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സേഫ് സെക്സ് പീരീഡും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പീരീഡുമാണ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി ഏകദേശം ഒരു ധാരണയായി 28 29 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ 14ാമത്തെ ദിവസമായിരിക്കും. സാധാരണയുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ 14ാമത്തെ ദിവസമായിരിക്കും ആ ഒരു ഓവുലേഷൻ സംഭവിക്കുന്ന ആ ഒരു ഓവം പുറത്തേക്ക് വരുന്നത്. ആ ഓവത്തിന് ആയുസ് എത്രമാത്രം ഉണ്ടെന്ന് വെച്ചാൽ 24 മണിക്കൂർ, അതായത് 1 ഡേ ആയിരിക്കും അതിൻ്റെ കാലാവധി. സോ 14ാം തീയതി അത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 15ാം തീയതി വരെ അതിന് ആയുസ് ഉണ്ടെന്നുള്ളതാണ്. റിസ്ക് ഫാക്ടേഴ്സ് കുറക്കാൻ വേണ്ടി കാൽക്കുലേഷൻസ് കുറച്ചും കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു 14ാമത്തെ ദിവസം ഉണ്ടാകുന്ന ഓവം 15 വരെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത്.
ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് കൂടുതൽ സമയം ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് സേഫ് സെക്സ് പീരീഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് റിസ്ക് ഫാക്ടർ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം കൂടി നമുക്ക് അതിൻ്റെ കൂടെ പ്ലസ് ഇട്ട് ചെയ്തേക്കാം. സോ ആ ഓവം ഒരു 16, 17, 18 ദിവസം വരെയൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം മാക്സിമം പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണം. സോ മാക്സിമം സേഫ് ആയിട്ടുള്ള പീരീഡാണ് നമ്മൾ നോക്കാൻ പോണത്. എനിവേ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് സ്പേംസ് ആണ്. അതായത് പുരുഷന്മാരിൽ വരുന്ന സ്പേംസിൻ്റെ ആയുസ് എത്രമാത്രമാണ്. പുരുഷന്മാരുടെ സ്പേംസ് സാധാരണഗതിയിൽ പുറത്തേക്ക് ഇജക്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഡെഡായി പോകും, അത്രയേ ഉള്ളൂ. അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഡെഡായി പോകും. നേരെ മറിച്ച് സ്ത്രീയുമായിട്ട് കോൺടാക്റ്റിൽ ആ യോനിയിലോട്ടാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അത് ഉള്ളിൽ ചെന്നിട്ട് യൂട്രസിനുള്ളിൽ എത്തിയിട്ട് 5 ദിവസം വരെ നിൽക്കാനുള്ള ആയുസ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് സ്പേംസുകളൊക്കെ ചത്തുപോകും. പക്ഷേ ഒരു നിശ്ചിത ശതമാനം സ്പേംസുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള 5 ദിവസം വരെയൊക്കെ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ബ്ലീഡിങ്, അതായത് ആ ഒരു പീരീഡ്സിൻ്റെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, ആ ദിവസം മുതലാണ് നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പം ബ്ലീഡിങ് സംഭവിക്കുകയാണെങ്കിൽ +14, ആ 14ാമത്തെ ദിവസമായിരിക്കും യഥാർത്ഥത്തിൽ ഓവുലേഷൻ നടക്കുന്നത്. സാധാരണ ഒരു മെൻസ്ട്രൽ സൈക്കിൾ 28 29 ദിവസം നീണ്ടു നിൽക്കുന്ന മെൻസ്ട്രൽ സൈക്കിളിൽ ഈ ഒരു 14ാമത്തെ ദിവസമായിരിക്കും എന്ത് നടക്കുന്നത്, ഓവുലേഷൻ നടക്കുന്നത്. സോ അതിന് കണക്കായിട്ട് അവിടെ എന്തുണ്ട്, സ്പേംസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ബീജസംയോജനം നടന്നിട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് കുട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് സാധാരണഗതി സംഭവിക്കുന്നത്. സോ ആ ഒരു ഓവുലേഷൻ നടക്കുമ്പോൾ എപ്പോഴൊക്കെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പേംസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു, ഇന്നാണ് ഇപ്പം ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 9ാം ദിവസം, ഓക്കെ, ഇന്നിപ്പോൾ 1 കാൽക്കുലേറ്റ് ചെയ്തു, 9ാമത്തെ ദിവസം മുതൽ അങ്ങോട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ 9ാമത്തെ ദിവസം നമ്മൾ സെക്സ് ചെയ്തു, ആ സ്പേംസ് 5 ദിവസം വരെ അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. സോ 9 + 5 14ാം ദിവസം, ഓക്കെ, 14ാമത്തെ ദിവസം ഓവം ഉണ്ടാകുമ്പോൾ അവിടെ സ്പേംസ് അവൈലബിൾ ആവാൻ 5 ദിവസം സ്പേംസിന് ആയുസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, സ്ത്രീകളുടെ ആ ഒരു യൂട്രസിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. അല്ലാതെ ഓൾമോസ്റ്റ് സ്പേംസ് ഒക്കെ ചത്തുപോകും, 9ാം തീയതി ബന്ധപ്പെടുന്ന വലിയൊരു ശതമാനം സ്പേംസ് ചത്തുപോകും. എങ്കിലും ഫെർട്ടിലൈസേഷന് കേപ്പബിൾ ആയിട്ട് കുറച്ചെങ്കിലും സ്പേംസ് അവിടെ അവശേഷിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ 9ാം തീയതി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ 15ാം തീയതി ഓവർ റിലീസ് ചെയ്യുമ്പോഴും കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ 9ാം തീയതി മുതൽ അങ്ങോട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കുട്ടി ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. എനിവേ ഓവത്തിൻ്റെ ആയുസ് ഞാൻ പറഞ്ഞു 24 മണിക്കൂറാണ് സാധാരണഗതിയിൽ. എങ്കിലും നമ്മളൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1-2 ദിവസം കൂടി അതിൻ്റെ കൂടെ റിസ്ക് ഫാക്ടേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. സോ 14ാമത്തെ ദിവസമാണ് ഓവർ റിലീസ് ചെയ്യുന്നതെങ്കിൽ 15, 16, ഒരു 17 ദിവസം വരെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 9 to 17 കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈം എന്ന് പറയുന്നത്. 9 to 17, അതാണ് ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡ്. റിസ്ക്, അതായത് കുട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ 9ാം തീയതി മുതൽ, 9ാം തീയതി എന്ന് വെച്ചാൽ മാസത്തിലെ 9ാം തീയതി അല്ല, എനിവേ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിലെ 9ാമത്തെ ദിവസമാണ്. ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 9ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെ കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും സാധ്യത 9 to ആ ഒരു 14 ആ ടൈം പീരീഡിൽ ബന്ധപ്പെടുന്നതായിരിക്കും. ഓക്കെ, കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി സേഫ് ആയിട്ടുള്ള ടൈം പീരീഡ് ഏതായിരിക്കും? ഇതിൻ്റെ ശേഷമുള്ളതും മുമ്പിലുള്ളതുമായിട്ടുള്ള ടൈം പീരീഡ് തന്നെയായിരിക്കും. ആ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 7 ദിവസം സേഫ് ആയിട്ടുള്ള ടൈം പീരീഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഓവുലേഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 17ാം തീയതി വരെ ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡാന്ന് പറഞ്ഞല്ലോ. ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല ആ ഒരു ടൈം പീരീഡാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷമുള്ള ഒരു 18ാം തീയതി മുതൽ 28ാം തീയതി വരെയുള്ള ടൈം പീരീഡ് സേഫ് ആയിട്ടുള്ള ടൈം പീരീഡ് തന്നെയാണ്. ഈ സേഫ് ആയിട്ടുള്ളതിൽ തന്നെ ചിലപ്പോൾ ചില ബാധകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് വെച്ചാൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചില വളരെ റെയർ ചാൻസുകളാണ് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു കാൽക്കുലേഷനിൽ വരുന്ന തെറ്റുകൊണ്ടോ അങ്ങനെയൊക്കെ ചാൻസസ് ഉള്ളൂ. എങ്കിലും സേഫ് ആയിട്ടുള്ള പീരീഡ് ഓൾമോസ്റ്റ് സേഫ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസവും അത് കഴിഞ്ഞ് ഈ ഒരു ഓവുലേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 18, 19 അതുപോലെ അങ്ങോട്ടുള്ള ഒരു 28ാം തീയതി വരെയുള്ള ടൈം പീരീഡും സേഫ് ആയിട്ടുള്ള ടൈം പീരീഡാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ടൈം പീരീഡും ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും, ഈ സമയത്ത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതൊരിക്കലും പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് എളുപ്പമാവട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ കണ്ടെത്തിയാണ്. ഓക്കെ, ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പീരീഡ്സ് ട്രാക്കറാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ. ക്ലൂ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ക്ലൂ എന്ന് സെർച്ച് ചെയ്യുക, CLUE ക്ലൂ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ സൈഡിൽ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ കാണിച്ചു തരാം. സംഭവം വേറൊന്നുമില്ല, ഇത് നേരെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, വേറൊന്നുമില്ല. അതിൽ കയറിയിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏത് ദിവസമാണ് നമുക്ക് ലാസ്റ്റ് പീരീഡ് സംഭവിച്ചത്. അതൊക്കെ ഇങ്ങനെ കൊടുക്കാനുണ്ട്. നമുക്കത് നിരനിരയായിട്ട് കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പീരീഡ് സൈക്കിൾ കറക്റ്റായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ദിവസം
ഇത്രാമത്തെ ദിവസമാണ്, ആ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് പീരീഡ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ വളരെ ഈസി, സിമ്പിളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ടെക്നോളജിക്കൽ യുഗത്തിൽ പലരും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കലണ്ടറിലൊക്കെ എഴുതി കൂട്ടും, അല്ലെങ്കിൽ മനസ്സിൽ എഴുതി കൂട്ടും, കാൽക്കുലേഷൻ തെറ്റും, പണി പാളും, പ്രഗ്നൻ്റ് ആവും, ഇങ്ങനെയുള്ള കേസസുകളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ക്ലൂ എന്നുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ലേഡീസിൻ്റെ കേസിലൊക്കെ അത് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അതിനനുസരിച്ച് പ്ലാനിങ് ചെയ്യാനും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആ കാര്യങ്ങളെല്ലാം അതിൽ, ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കാര്യങ്ങളെല്ലാം ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡ്, ആ ഒരു പൊട്ടൻഷ്യൽ ടൈം ഏതാണ് എന്നുള്ളതെല്ലാം നമുക്ക് അതിൽ അവർ നോട്ടിഫൈ ചെയ്ത് പറഞ്ഞു തരും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് നോക്കിക്കളയാം. കാരണം അതാണ് ഏറ്റവും ഒരു എളുപ്പമായിട്ടുള്ള മെത്തേഡ്. നമ്മുടെ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും, ഇനി അല്ല എന്ന രീതിയിൽ സേഫ് ആയിട്ടുള്ള മെത്തേഡും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. വേറെ 2-3 കാര്യങ്ങൾ പറയാനുള്ളത്, ഇനി സേഫ് ആയിട്ടുള്ള ടൈം പീരീഡിൽ പോലും റിസ്ക്, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സാധ്യത, നമ്മുടെ കാൽക്കുലേഷൻ എററോ എന്തെങ്കിലും കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ എന്നാൽ തന്നെ സേഫ്റ്റി എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കോണ്ടംസ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ലേഡീസിൻ്റെ കേസിൽ കോപ്പർ ടീ പോലുള്ള സംഭവങ്ങൾ, പിന്നെ ഐ പിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ പിൽസ് ഒക്കെ വെച്ചാൽ ഗുളികളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചിലർക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, ഹെൽത്ത് ഇമ്പാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ചുമ്മാ എടുത്തിട്ട് ഐ പില്ലൊക്കെ സംഘടിപ്പിച്ച് കഴിക്കാൻ നിൽക്കരുത്. അതൊക്കെ മോശമാണ്, ഹെൽത്തിന് മോശമായിരിക്കും. ഓക്കെ, അതൊക്കെ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെതായ ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് മാത്രം അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഫെർട്ടൈൽ ആയിട്ടുള്ള ടൈം പീരീഡിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ കോണ്ടംസ് ഒക്കെയാണ് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. പ്രഗ്നൻസി മാക്സിമം നമുക്ക് തടയാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടൊരു കമൻറ്റ് വന്നൊരു സുഹൃത്ത് അടിച്ചത്, അവൻ കമൻറ്റ് അടിച്ച വേറൊന്നുമല്ല, സെക്സ് ചെയ്യുക, ഇൻ്റർകോഴ്സ് ചെയ്തിട്ട് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കാൻ പോകുമ്പോൾ ഇറങ്ങി ഓടിക്കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു സ്പേംസ് പുറത്തേക്ക് കളയുക എന്നുള്ളത്. അപ്പോൾ സേഫ് ആവും എന്ന രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സേഫ് ആവില്ല. പ്രീ കം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു സെക്ഷലി ബന്ധപ്പെടുമ്പോൾ ചെറിയ രീതിയിലൊരു ലിക്വിഡ് ഫോമിൽ ഒരു സംഭവം പുറത്തേക്ക് പോകുന്നുണ്ടാവും. അതിലും സ്പേംസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. പക്ഷേ അതുമൂലം പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ 0.01% ആണെങ്കിലും അത്ര പോലും നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. സോ പിന്നെ സേഫ്റ്റി മുഖ്യം ബിഗിലെന്നുണ്ടെങ്കിൽ കോണ്ടം യൂസ് ചെയ്യുക, മസ്റ്റായിട്ട് കോണ്ടം യൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരു ചാൻസ് എടുക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ വിഡ്രോ ചെയ്തിട്ട് ഓടിക്കഴിഞ്ഞാൽ പ്രഗ്നൻസിക്കുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം തിങ്ക് ചെയ്യേണ്ട. ഓക്കെ, ചാൻസസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സേഫ് ആയിട്ടുള്ള ടൈം പീരീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്, നമ്മൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ ഐഡിയാസുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കമൻറ്റ് ചെയ്യും. ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നേരിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ NRN Squad കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.